ഫീമെയിലാ അല്ലേ? ബ്രീഡിങ്ങിന് കൊണ്ടുപോകാം. പ്യൂർ സാധനം ഡ്രൈ കളർ ഒരു മീൻ തന്നെ 3 കളർ ഉണ്ടാവും. നമുക്കൊരു 350 to 500 ഗ്രാം വരെ തൂക്കം കിട്ടുന്നുണ്ട്. 6 മാസം കൊണ്ട്. ഹലോ ഫ്രണ്ട്സ്, അക്വാറ്റൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പടന്നമക്കൽ ഫിഷ് ഫാം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവിടെ നല്ലൊരു വ്യൂ കണ്ടു, നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണേ. ഹൈ ബ്രോ, നമസ്കാരം. എന്താ ബ്രോയുടെ പേര്? എൻ്റെ പേര് സച്ചിൻ. ഇതെവിടെ ബ്രോ സ്ഥലം കറക്റ്റ്? ഇത് പ്രോപ്പർ കോട്ടയം ജില്ലയാണ്. ഇരാറ്റുപേട്ട പൂഞ്ഞാറാണ്. പ്രോപ്പർ സ്ഥലപ്പേര് നമ്മുടെ കടലാടി മറ്റം. ഈ ഇതിന്റെ ഫാമിന്റെ പേരെന്താ? ഫാമിന്റെ പേര് പടന്നമാക്കൽ. ഹൗസ് നെയിം തന്നെയാണ് പടന്നമാക്കൽ ഫിഷ് ഫാം. ബ്രോ നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി? തുടങ്ങിയിട്ട് ഒരുപാടായി. ഫാദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും കൂടെ ഒരു സംരംഭമാണ്. ഓൾമോസ്റ്റ് ഒരു 10-30 വർഷമായിട്ട് തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിള്ളേർ സെറ്റും കൂടെ ഇച്ചിരി ആക്റ്റീവ് ആയപ്പോൾ തന്നെ ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തു. എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടെ കളത്തിൽ ഇപ്പോൾ ആക്റ്റീവാണ്. നമുക്ക് എന്തൊക്കെ ടൈപ്പ് മീനുകളാണ്? അത് ഓർണമെന്റ് ഫിഷ് ആണോ? ഓർണമെന്റലും ഉണ്ട്, എഡിബിളും ഉണ്ട്. എഡിബിൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നത് ജയന്റ് ഗൗറാമി അല്ലാതെ പിന്നെ ചെയ്യുന്നത് റെഡ് തിലാപ്പിയ പിന്നെ കിടക്കുന്നത് ചിത്രലാട തിലാപ്പിയ. എല്ലാം കുഞ്ഞുങ്ങൾ തിലാപ്പിയ, നട്ടർ, അനാബോസ് അങ്ങനെയുള്ള എല്ലാം എയർപോർട്ട് വഴി വരിക ചെയ്യുന്നത്. ഇവിടെ ബ്രീഡ് ചെയ്യുന്നത് ഈ റെഡ് തിലാപ്പിയ, ജയന്റ് ഗൗറാമി, ഒരു 40 സൈസ് അലങ്കാര മത്സ്യങ്ങൾ. 40 സൈസ് ഓൾമോസ്റ്റ് ഗപ്പി, പ്ലാറ്റി അങ്ങനെ ഒരു 10-40 സൈസ്. അതെ, നമ്മൾ നോർമൽ മറ്റേ അലങ്കാര മത്സ്യങ്ങൾ സാധാ ബ്രീഡിംഗ് ആണോ അതോ മറ്റേ വേറെ ഇൻഡ്യൂസീവ് ബ്രീഡിംഗ്? ഇവിടെ ആപ്പടെ കോയിക്കാർപ്പിന് മാത്രമാണ് നമ്മൾ ചെയ്യണേ. അത് പക്ഷേ ഒരു റെഗുലർ ബ്രീഡിംഗ് അല്ല, നമ്മൾ ഇപ്പോൾ നേരം പോക്കിനൊന്നും തോതി ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് നാച്ചുറൽ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എല്ലാം പടുതാക്കുളങ്ങളാണ്, ടാർപ്പാക്കുളങ്ങളാണ്. ബയോഫ്ലോക്കിന്റെ കൂട്ടത്തിൽ ടാങ്കുകൾ, സിമെന്റ് ടാങ്കുകൾ, അങ്ങനെയുള്ള ടാങ്കുകൾ. നാച്ചുറൽ ബോണ്ട് ഇല്ല, കുറവാണ്, നമുക്കില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 10-60 മേളിൽ പടുതാക്കുളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, 60 മേപ്പോട്ട് കാണും. ഇതൊക്കെ ഒരു കുളമായിട്ട് ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. ബ്രീഡിംഗ് ടാങ്കുകളാണ് കൂടുതൽ മീനെ സ്റ്റോക്ക് ചെയ്ത് വിൽക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇട്ടേക്കുന്നത്. ഒരു കുളമായിട്ട് കൂട്ടുവാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു 100 മേളിലുണ്ട് നമുക്ക് എന്നാലും കുളം. ഒരു കുളമായിട്ട് കൂട്ടാനേ പറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കുളമായിട്ട് പറയാം. ബ്രോ, നമ്മൾ ഈ പടുത എത്ര GSM യൂസ് ചെയ്യാം? മീനിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കുവേ. ജയന്റ് ഗൗറ പോലുള്ള വലിയ മീനുകൾ മുട്ടയടിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ കൂടി നൈലോൺ ഷീറ്റ് ഉപയോഗിക്കുന്നത്. 550 GSM ക്വാളിറ്റി ഉള്ളത്. പ്ലാറ്റി പോലെ ചെറിയ കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്യുന്നതിൻ്റെ പ്ലാറ്റി കെപ്പിക്കെല്ലാം ഈ പറഞ്ഞ പോലെ 90 GSM, 150 GSM സിൽപോളിന്റെ വരും. ഇതെല്ലാം നൈലോൺ SRFന്റെ ഒക്കെ പെടുത്തിയാൽ കൂടുതൽ. 90 GSM ആണെങ്കിൽ നമുക്ക് ഒരു 2-3 വർഷത്തേക്ക് നിൽക്കും. നമ്മൾ യൂസേജ് പോലെ ഇരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് അത്രയും നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ വെച്ചാൽ ഓരോ തവണ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മളതിനെ പിടിച്ച് മാറ്റാനൊക്കെ എപ്പോഴും കുളത്തിലിറങ്ങി റഫ് യൂസ് ആയിരിക്കും. സാധാരണക്കാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ നേരത്തെ പിടിച്ചാൽ മതിയല്ലോ. ഞങ്ങളിവിടെ കൂടുതൽ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിച്ചാൽ ഈ കുളം തന്നെ ആവറേജ് ചിലപ്പോൾ ഒരു മാസത്തിൽ 2 തവണ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ അത്രയും ഒരു ലാസ്റ്റ് ഉണ്ടാവണമല്ലോ. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റി. 550 GSM കൊടുത്തൊക്കെ ഇവർ പറയുന്നത് 15 വർഷം 20 വർഷമായിട്ടൊക്കെ കിടക്കുന്ന ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ പണ്ട് ജീപ്പിന്റെ ലോറിയുടെ ഒക്കെ മണ്ടേ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് സെയിം മെറ്റീരിയൽ തന്നെ. ഒരു കാരണവശാലും അങ്ങനെ പൊട്ടി പോകത്തില്ല, നല്ല സാധനം. ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം വരെ ഡെലിവറി ഞായറാഴ്ച ദിവസം. ഇവിടുന്ന് പെറ്റ്സിന്റെ ഒരു ഏജൻസി ഉണ്ട്. ഈ ഡോഗ്സിനെ എല്ലാത്തിനും പട്ടീനും പൂച്ചനും എല്ലാം ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷൻ എത്തിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, മല്ലനും മാധവൻ എന്ന് പറയും. അപ്പോൾ ആ വണ്ടിക്ക് നമ്മൾ പാലയെ കൊണ്ടുപോയിട്ട് സാധനം എല്ലാം കയറ്റി വിടുക ചെയ്യുന്നത്. അവർ കറക്റ്റ് അപ്പോൾ ടോക്കൺ നമ്പർ തരും. നമ്മളിപ്പോൾ കസ്റ്റമറെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. അവർ നമുക്ക് അങ്ങനെ ഡെലിവറി പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഫിഷുകളെ നമുക്കൊന്ന് കാണാം ബ്രോ. ഒരു കുഴപ്പം. ഇത് വളർത്തുന്നതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ 800 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. കിടക്കുന്ന മീൻ്റെ എണ്ണം എന്ന് വെച്ചാൽ വളരെ ക്വാണ്ടിറ്റി കൂടുതലാണ്. ഇത് എന്നാ മീനാണ്? റെഡ് ബില്ലി, നമ്മൾ ചിലർ പിരാനെന്നൊക്കെ പറയും, നട്ടർ എന്ന് പറയും. നട്ടർ വളർത്തു മീനാണ്. നമുക്കൊരു 6 മാസം കൊണ്ട് തന്നെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ്. ഇതെന്നാ ബ്രോ? ഇത് കിടക്കുന്ന റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഇതിന് സെയിലിനുള്ള കുഞ്ഞുങ്ങൾ 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കുഞ്ഞുങ്ങൾ. ഇത് നമ്മൾ ഇവിടെ ഇവിടെ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രീഡാവും. ഇതിനൊരു നോർമൽ ബ്രീഡിംഗ് എന്നൊക്കെ വെച്ചാണെങ്കിൽ ഒരു 5 മാസം to 6 മാസം ആകുമ്പോഴത്തേന് റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഒരു പരിധി വരെ വലുതാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് മറ്റേ ചിത്രലാട തിലാപ്പിയൊക്കെ വലുതാവുന്ന പോലെ 1/2 കിലോ ഒന്നും ആവില്ല. ഒരു 9 മാസം കൊണ്ടൊക്കെ 1/2 കിലോ വെച്ചോളും. ഇതെന്തെങ്കിലും ഉള്ളത്? ഇത് വരുന്ന തിലാപ്പിയുടെ തന്നെ ചിത്രലാട എന്ന് പറയുന്നത്. ചിത്രലാട ഇത് 2 ഇഞ്ച് സൈസ് കുഞ്ഞുങ്ങൾ വരുന്നത്. ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 350 to 500 ഗ്രാം വരെ തൂക്കം കിട്ടുന്നുണ്ട്. 6 മാസം കൊണ്ട് 500 ഗ്രാം വരെ ആവറേജ്. നമ്മൾ ആവറേജ് 500 ഗ്രാം കിട്ടണമെന്നില്ല. ഒരു 3 മീനുകളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ വെച്ചാൽ 100 മീൻ ഇട്ടാൽ 100 1/2 കിലോ ഒന്നും ആവത്തില്ല. എല്ലാ മീനും ഈ പറഞ്ഞ 200 ഗ്രാമും 300 ഗ്രാമും 1/2 കിലോയ്ക്ക് മേപ്പോട്ടൊക്കെ കാണും. ഇതിന്റെ ഒരു കുഞ്ഞ് പോകുന്ന 6 രൂപ റേറ്റ്. 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ സൈസ് ഉണ്ട്. ഒരു കുഞ്ഞ് വരുന്ന 6 രൂപ.
ഈ ചിത്രലാടാ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണോ ഈ നൈലോട്ടിക്ക എന്ന് പറയുന്ന മീൻ തന്നെ? അത് രണ്ട് നാടനാണ്. അത് നാടനാണേ. വീട്ടിലൊക്കെ കിടന്ന് ബ്രീഡ് ചെയ്യുന്ന മീനാണ്. ഇത് ചിത്രലാട് അല്ലെങ്കിൽ മോണോസിക്സ് തിലാപ്പിയ എന്നൊക്കെ പറയും. പറയുന്ന പോലെ തന്നെ ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്ന സാധനം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടത്തുള്ളൂ. വല്ലാർപാടമാണ് അതിന്റെ ഹാച്ചറി അടുത്ത പ്രദേശം. നമുക്കിത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കച്ചവടം കൂടുതൽ കിട്ടും. ഗിഫ്റ്റ് അല്ല ഇത്. ഇത് പ്രൈവറ്റ് ഫാമിൽ നിന്ന് വരുന്നതാണ്. കൽക്കട്ട ആന്ധ്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മറ്റത് വല്ലാർപാട് ഗവൺമെന്റിന്റെ ഹാച്ചറിൽ നിന്ന് വരുന്നത്. അപ്പൊ അതാണെന്ന് പറയുന്നത് വെച്ചാൽ താൽക്കാലികമായിട്ട് കുറച്ച് കച്ചവടം കൂടുതൽ കിട്ടും. പക്ഷേ ഇത് നല്ല സാധനം. അതാ ഇത് പ്രൈവറ്റിൽ നിന്ന് വരുന്നത്. അര കിലോ കിട്ടും നമുക്ക് 6 മാസം കൊണ്ട്. ഓൾമോസ്റ്റ് 1 കിലോ. ഓക്കെ. കുഞ്ഞുങ്ങൾ ഇതിന്റെ കുറച്ചുകൂടെ എണ്ണം കൂടുതലുണ്ട്. നല്ല ഡെൻസിറ്റി ഇട്ടിട്ടുണ്ട് അല്ലേ? ഇതിപ്പം പെട്ടെന്ന് ആൾക്കാർ പിടിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ച 1.5 ആയതുള്ളൂ. ചെറിയ മിക്സഡ് സൈസ് ആണ്. ഇത് നമ്മൾ എന്നാ വിലക്കാണ് കൊടുക്കുന്നത്? ഇത് ഒരു കുഞ്ഞ് വരുന്ന ഈ പറഞ്ഞ 5 രൂപ റേറ്റ്, 6 രൂപ റേറ്റ്. ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് കുറഞ്ഞോണ്ടിരിക്കും. 100 എണ്ണം എടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല, 1000 എപ്പോഴും ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റ് കുറഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പൊ ലോങ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ റിസ്ക് ഉണ്ടോ? നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് ഫുൾ ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ അടിച്ച് കാർഡ്ബോർഡിന്റെ അത് സീൽ ചെയ്ത് ഇവിടുന്ന് ലൈഫ് ഫിഷ് എന്നുള്ള ടേപ്പ് ഒക്കെ ചുറ്റി നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് കസ്റ്റമർ അവിടെ കളക്ട് ചെയ്യുന്നതോടെ വരെ നമ്മൾ 100% ഗ്യാരണ്ടി ഇടാം. ഒരു കാരണവശാലും മോർട്ടാലിറ്റി ആവില്ല എന്നുള്ള ഒരു ഉറപ്പുമേൽ. കാരണം തന്നെ നമ്മൾ പെർമനന്റ് ആയിട്ട് ഗേറ്റ് വിടുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ സ്ഥിരമായിട്ട് എടുക്കും. അവർ ഉറപ്പായിട്ട് കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ അത് കാരണം തന്നെ പ്രശ്നമില്ല. എപ്പോഴും നമുക്കൊരു ഓർഡർ ഉണ്ട്. ബ്രോ ഇതെല്ലാം അപ്പം കുഞ്ഞുങ്ങളാണ്? ഇതെല്ലാം കുഞ്ഞുങ്ങൾ. ഇതെല്ലാം വലുതും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. ഏഞ്ചലൊക്കെ കിടക്കുന്നത്, ഏഞ്ചൽ ഫിഷ് നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ ബ്രീഡ് ചെയ്താ? ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ അടിയിലോട്ടൊന്ന് കയറിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ മഴവെള്ളത്തിലേക്ക് ഡയറക്റ്റ് വിടും. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള അക്വറിയമിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനം ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ മഴവെള്ളത്തിൽ കിടക്കുമ്പോഴത്തേനും ഇവൻ നമ്മുടെ ഈ കാലാവസ്ഥയായിട്ട് എവിടെ ചെന്നാലും ഇവനൊക്കെ സർവൈവ് ചെയ്യും. ഇത് പെട്ടെന്ന് ഈ ഡാമേജ് ആവത്തൊന്നുമില്ല. നമ്മൾ ഷോപ്പുകാർക്കൊക്കെ സപ്ലൈ ചെയ്യുവാണെങ്കിലും പുറമേ നിന്ന് എടുക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും പേടിയുണ്ട്. ഇത് ഡാമേജ് ആവുന്നുള്ളൊരു പേടിയുണ്ട്. ഇതിന് ആ ഒരു പേടിയൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മളെങ്ങനെ ഇതിന്റെ പേരിനെ തിരിച്ചറിയുന്ന ഒന്നുമില്ല, കുറെ ഒന്നിച്ചിടുക മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം ഏറ്റവും നല്ലത് പേര് തിരിയും മുട്ടയിടാൻ വേണ്ടി. അതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രോ ഇപ്പോൾ ഗൗര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നമുക്ക് എത്ര വെറൈറ്റി ഗൗരസ് നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മളുടെ ജയന്റ് ഗൗര തന്നെ 4 വെറൈറ്റി ചെയ്യുന്നത്. അതിൻ്റെ അത് പിങ്ക്, ബ്ലാക്ക്, റെഡ് ഐ, റെഡ് ടൈൽ. നമ്മളിവിടെ കൂടുതൽ ഇപ്പോൾ ബ്രീഡ് ചെയ്യുന്ന പിങ്കും ബ്ലാക്കും റെഡ് ഐയും ആണ്. റെഡ് ടൈൽ ഇവിടെ മുട്ടയിട്ട് തുടങ്ങിയതുള്ളൂ. കുഞ്ഞുങ്ങൾ അങ്ങനെ സർവൈവ് ചെയ്ത് തുടങ്ങിയില്ല. ഇപ്പം സ്റ്റോക്ക് കിടക്കുന്നത് പിങ്കും ബ്ലാക്കും റെഡ് ഐയുടെയും കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലേക്കും കയറ്റി വിടുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം അവർ 2 ദിവസം മുന്നേ തന്നെ ഇന്ന ഡേറ്റിലേക്ക് നമുക്ക് മീൻ വേണമെന്ന് പറയും. നമ്മളിപ്പോൾ ഈ ബാക്കിലൊക്കെ കാണുന്ന കൂടെ വലിയ വലിയ ടാങ്കുകളിലേക്ക് ഇവരെ പിടിച്ച് 1000 ആണെങ്കിൽ 2000 ആണെങ്കിൽ എത്രയാണെങ്കിലും പിടിച്ച് മാറ്റിയിടുന്നു. അവരെ കണ്ടീഷൻ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ വിടുന്നത്. പിന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യുന്ന മീൻ എന്നാണ് വെച്ചാൽ അവരുടെ കയ്യിൽ എത്തുന്നോളം വരെ നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കും. ഒരു ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പുമേലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് ആ ഒരു കസ്റ്റമേഴ്സ് എപ്പോഴും സ്ഥിരമായിട്ടുണ്ട് വരുന്നുണ്ട്. നമ്മൾ കണ്ണൂർ, കാസർഗോഡ്, ലോങ് എവിടെ ആണെങ്കിലും അതിൽ ഓൾമോസ്റ്റ് കേരളത്തിനുള്ളിൽ എല്ലാം വിട്ടിട്ടുണ്ട്. ബ്രോ ഇതിപ്പോൾ നമ്മുടെ പഴയ വീട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുവാ. അപ്പോൾ ഇത് എല്ലാം നമ്മൾ അക്വേറിയം കാണാം. അപ്പോൾ ഈ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതൽ അതോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഇതിന്റെ വീടിന്റെ അകത്തേക്ക് അക്വേറിയങ്ങളുണ്ട്. വീടിന്റെ അകത്തേക്ക് അങ്ങോട്ടേക്ക് നമുക്കൊന്ന് കേൾക്കണോ? ഇത് ഏഞ്ചലാണ്. ഇത് ഏഞ്ചലിന്റെ ബ്രൂഡ് സ്റ്റോക്ക് ആണ്. ഇതിന്റെ ബ്രീഡിംഗ് ടൈം ഇനി അടുത്ത മാസത്തിലുണ്ട്. ഗ്ലാസ് എല്ലാം നേരത്തെ ക്ലീൻ ചെയ്ത് ഇതെല്ലാം നമ്മൾ ഏഞ്ചൽ ബ്രീഡ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പം അതിന്റെ തണുപ്പ് കൂടുതലുള്ള സമയമാണ് നമ്മൾ ഫുള്ള് ഇവിടെ ഇപ്പം പേരന്റ് സ്റ്റോക്കിനെ ഒരുമിച്ചിട്ടേക്കാണ്. അപ്പം ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വെന്റിലേഷൻ എല്ലാം നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്ത് അകത്തേക്ക് തണുപ്പ് കയറപ്പില്ലാത്ത പോലെ ഫുള്ള് ക്ലോസ് ചെയ്യും. മണ്ടൽ ഇവിടുത്തെ ആണെങ്കിലും വെന്റിലേഷൻ ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്യും. പുറത്തുനിന്ന് ആൾക്കാരെ അകത്തേക്ക് അധികം കയറ്റില്ല. ബ്രീഡിങ്ങിന്റെ സമയത്ത് ആൾക്കാരെ അധികം കയറ്റില്ല. അപ്പം ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സമയമാണ് നമ്മൾ ഇതിനകത്ത് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് പോലത്തെ ഐറ്റംസ്, മോൺസ്റ്റർ ഫിഷ് ഐറ്റംസിന് ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് അലിഗേറ്റർ കാറ്, ഇത് കിടക്കുന്ന ഷവൽ നോസ് ക്യാറ്റ് ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസ് മുഴുവൻ എക്സോട്ടിക് ഫിഷ് ഫുള്ള്. ഇത് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ്, ഇത് കിടക്കുന്ന ബാസ്, പീകോക്ക് ബാസ്, അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം മോൺസ്റ്റർ ഫിഷുകളെല്ലാം സ്റ്റോക്ക് ചെയ്തിടും. അപ്പോൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം പുറത്തേക്ക് വേറെ അക്വറിയങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പിന്നെ ഇത് ഏഞ്ചലിന് വേണ്ടി മാത്രം വേണ്ടി തന്നെ ബാക്ക് വശത്ത് ഏഞ്ചലിന് ബ്രീഡിങ് സ്ഥലമാണ്. ബ്രോ നമസ്കാരം. കുളം പറ്റിക്കുക അല്ലേ? ഇത് എന്താ കിടക്കുന്നത് ഇതിനകത്ത്? ഇതിൻ്റെ അത് ഗൗരാമയുടെ ബ്രൂഡ് സ്റ്റോക്കിനാണ്. നമുക്ക് ഇപ്പം ബ്രീഡിങ്ങിന് ആവശ്യമില്ലാത്തതിന് തൽക്കാലം മാറ്റിയിട്ടേക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള സ്റ്റോക്കിനെ നമ്മൾ കീപ്പ് ചെയ്തേക്കുന്ന പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഐ ഉണ്ട്, റെഡ് ടൈലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റോക്ക് നമുക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള പകരമുള്ള ബ്രൂഡ്സിനെ സ്റ്റോക്ക് ചെയ്തേക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 50-60 എണ്ണത്തോളം നമ്മൾ ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്നത്. വലിയ ഫിഷുകളുണ്ട് ഇതിനകത്ത്, വലുതായി ബ്രൂഡ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതിന്റെ പേരിനെ തിരിച്ചാണ് ഇട്ടേക്കുന്നത്?
പെയർ തിരിച്ചെന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും എല്ലാം ഇപ്പോൾ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ ബ്രോ നമ്മളിത് സബ്മേഴ്സിബിൾ പമ്പാണ്. ഇത് സബ്മേഴ്സിബിൾ പമ്പ്. ഇത് കൂടുതൽ ഈ അക്വാപോണിക്സിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ ചൂടൊന്ന് കാണിക്കാമോ? ഇത് ബോട്ടം പമ്പാണ്. അടിയിൽ നിന്ന് വലിച്ചിങ്ങ് കയറി ഇതിലെ വെള്ളം എടുത്ത് ഇതിലെ പമ്പ് ചെയ്ത് വിടുകയാണ്. ഇതിനധികം ഹെഡ് കാര്യങ്ങളൊന്നും കിട്ടുകയല്ല. ഒരു 18 അടി വരെയൊക്കെ മാക്സിമം കിട്ടുകയുള്ളൂ. നമ്മൾ കുളങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വലിയ കുളത്തിൽ കൊണ്ടുവച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് കയറും. അപ്പോൾ ഈ വേസ്റ്റ് ഒന്നും ഇങ്ങനെ കയറിയാലും കുഴപ്പമില്ല. വേസ്റ്റ് ഇങ്ങനെ കയറുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഈ തരി പോലെ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അത് ഫുട്ബോളും അങ്ങനെയൊന്നുമില്ല. ഇത് ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞാൽ അന്നേരം ഇത് പമ്പ് ചെയ്ത് കയറി പോകും. ഓ ശരി. അപ്പോൾ ഈ വലിയ കുളങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മളതിനകത്ത് ഇറങ്ങുമൊന്നും വേണ്ട. ഇത് ഗോൾഡ് ഫിഷ് അല്ലേ? ഇത് ഗോൾഡ് ഫിഷ്. ഇത് നമുക്ക് എന്നാ വിലയ്ക്ക് കൊടുക്കാം? ഇത് ഹോൾസെയിലൊക്കെ വരുമ്പോൾ തന്നെ ഒരു 14 രൂപ 15 രൂപ. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉള്ളത് അല്ലേ? നല്ല സൈസുള്ള കൂട്ടുണ്ട്. ഈ സൈസൊക്കെ വരുമ്പോൾ തന്നെ എന്നാ ഒരു 13 രൂപ അത്രേ ആകത്തുള്ളൂ. ആ വലിയ സൈസിന് ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോകുന്ന ഒരു ഇതാണ് പറഞ്ഞത്. റീറ്റെയിൽ വിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 25 രൂപ 30 പലതിനോ വിൽക്കാം. അല്ലാതെ വിൽക്കുമ്പോഴത്തേന് ഹോൾസെയിൽ പോകുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ റേറ്റ് കുറവാണ്. അതല്ല സാധാ കോഴി. ഇത് സാധാ കോഴി. ഇത് വരുന്ന ഒറ്റ കളറൊക്കെ കാണുള്ളൂ. ഇതുപോലെ ഒറ്റ കളർ. പിന്നെ അതിൻ്റെ ചെറിയ ബ്ലാക്ക് പാച്ചസും പ്രിന്റും ഒക്കെ ഉണ്ടാവും. ഒറ്റ കളർ. ഇത് സ്കെയിൽസ് തന്നെയാണ്. തീർത്ത് നാടൻ പറയത്തില്ല. കാരണം കുഴപ്പമില്ലാത്തൊരു കളർ. ഓക്കെ. നമ്മൾ കോമൺ കാർപ്പ് ഇടുക്കിക്കാരൊക്കെ നമ്മൾ ഗോൾഡ് വിഷൻ ഒക്കെ ഡാമിൽ നിന്നൊക്കെ പിടിക്കും. ഡാം ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇത് വലുതാണ്. നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുന്ന അത് നോർമലി കട്ടപ്പന ആ റൂട്ടിലേക്ക് പോകുന്നത്. ഇതും കാർപ്പിന്റെ വലുത് നമ്മൾ മുമ്പേ കണ്ടതിനേക്കാൾ ഇച്ചിരി വലിപ്പമുള്ള കൂട്ടം കാർപ്പാണ്. നോർമൽ കാർപ്പാണ് അല്ലേ? കാർപ്പ് കോഴി കാർപ്പ് തന്നെ. ഇതിനകത്ത് വരുന്ന ഈ നാച്ചുറൽ കൊണ്ട് ഇടുന്ന കൂടെ ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ സാധനം. അത് ഈ പറയുന്ന കണ്ടത്തിലും പാറക്കുളത്തിലും ഇടാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രാസ് കാർപ്പ്. ഇത് എന്നാ വിലയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ? നോർമൽ കുഞ്ഞുങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ബേസ് ചെയ്തിരിക്കും. 50 എണ്ണം 100 എണ്ണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് വരുന്ന 6 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞ കൂടുതൽ ഈ പറഞ്ഞ 10,000 2,000 എടുക്കുന്ന ഒരിക്കലും ആ റേറ്റില്ല. ഇത് നമുക്ക് വലുതാവുന്നതാണ്. ഇതൊരു നല്ല കുളമാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 2 കിലോ വരെ തൂക്കം കിട്ടും. 2 കിലോ? പക്ഷെ അതിന് നിർബന്ധമായിട്ട് നാച്ചുറൽ കൊണ്ട് ആയിരിക്കണം. കണ്ടം പാറക്കുളം അല്ലാതെ പടുതാക്കുളത്തിൽ പാടാം. വിയറ്റ്നാം വരാലിന്റെ വരാലിന്റെ ഓക്കെ. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഇത് അല്ലേ? ഇത് എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഒരു കുഞ്ഞ് വരുന്ന 3 ഇഞ്ച് സൈസ്. 3 ഇഞ്ച്. ഇതാണ് ഈ പിന്നെ അടുത്തന്നെ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞു. ഇവർ ഈ പറഞ്ഞ പോലെ സൈസ് ഇതിൻ്റെ അകത്ത് തന്നെ സൈസ് വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളല്ലേ ഉണ്ട്. ഇതിനകത്ത് വലിപ്പച്ചെറുപ്പമുള്ളമാർ ഓരോ ബാച്ച് വരുന്നതിൻ്റെ വലിയവൻ ചെറിയവനും തിന്നും എന്നാണ്. കറക്റ്റ് ഫുഡ് കൊടുക്കാന്നേ ഉള്ളൂ. ഇത് മൊത്തം കിടക്കുന്ന അനാബസിന്റെ സൈഡാണ്. നമ്മളിവിടെ കല്ലടമുട്ടി എന്നൊക്കെ പറയാം ആൾക്കാർ. കല്ലുമുട്ടി കല്ലടമുട്ടി എന്നൊക്കെ പല പേരുണ്ട്. കൈതപ്പോര എന്ന് പറയും. അതിൻ്റെ സൈഡ് 2 ഇഞ്ച് സൈസ് വരുന്ന സീഡ്സ്. ഓ ശരി. വരുന്ന 5 രൂപ റേറ്റ്. നോർമൽ റേറ്റ്. ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് എപ്പോഴും വില കുറവുണ്ട്. ഇത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആണ്. പിന്നെ ഹൈ ഡെൻസിറ്റി ആണ്. അതിൻ്റെ അതൊക്കെ പറഞ്ഞാൽ ഒരു ടാങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ 4,000-5,000 വെച്ച് കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്ത് 4,000 കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തുറക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് ഉണ്ട്. എയർ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണ്ട. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന മീനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയാൽ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും. അതാണ് കല്ലുമുട്ടി അല്ലേ? കല്ലുമുട്ടി. നമ്മളിവിടെ അനാബസ് എന്ന് പറയും. അനാബസ്. മിൽക്കി കാർപ്പ്. അതിൻ്റെ കേൾട്ടിയിൽ വാലിന് നീളമുള്ള കൂട്ടുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈ കാർപ്പ് എന്നൊക്കെ പറയും. നോർമൽ ഉണ്ട്. അതൊക്കെ കേൾട്ടിയിൽ വരുന്നു. വാലിന് നല്ല ലെങ്ത്. ഇതിന് തന്നെ വേറെ ആയിട്ടുണ്ട്. കബൂട്ട കാർപ്പുണ്ട്, പ്രിന്റഡ് കാർപ്പുണ്ട്. എല്ലാ ഐറ്റം ഉണ്ടാവും. കാർപ്പിന് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം ഉണ്ടാവും. റീറ്റെയിൽ ആയിട്ടുണ്ട്. ഷോപ്പുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. ഇതൊന്ന് പ്യുവർ സാധനം. ട്രൈ കളർ. ഒരു മീൻ തന്നെ 3 കളർ ഉണ്ടാവും. റെഡും ബ്ലാക്കും വൈറ്റും എല്ലാം കൂടെ. ചെറുമ്പോൾ ഒരു ചെറുമ്പോൾ പോലും ഉണ്ടാവില്ല. ഫുള്ള് നമ്മളെ പോലെ തന്നെ സ്കിന്നിയാണ് അത്. സൈസും വെക്കും. ബാക്കിയുള്ള കോഴിക്കാർപ്പിനെ പോലെ ഒരു പരിധി കഴിഞ്ഞ് വലിപ്പം നന്നായിട്ട് വെക്കും. ഇത് നല്ല തൂക്കാം. ഒരു 5-6 കിലോ മിച്ചമൊക്കെ തൂക്കാം. സൈസ് ആവുന്നുണ്ട്. ഇത് അലിഗേറ്ററിൻ്റെ ഒരു 2 അടി ഉള്ളത്. വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷാണ്. അരാപ്പിമ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലിപ്പമാണ് പോലെ ആണോ? റേറ്റ് ഉണ്ട്. ഇതിനകത്ത് കിടക്കുന്ന ഫുള്ള് ഷ്രിമ്പാണല്ലേ? ഷ്രിമ്പിൻ്റെ തന്നെ മൾട്ടി കളേർഡ് ഉണ്ട്. ചോക്കോ റെഡ്, ബ്ലാക്ക്, അങ്ങനെ പല കളറുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളുടെ വലിയ മീനാണ് ഓർക്കും. ചെറിയ സാധനം. ഇത് അതിൻ്റെ ചോക്കോ റെഡ് ഒക്കെ വരും. ഷ്രിമ്പിൻ്റെ തന്നെ റെഡ് ഷെയ്ഡുള്ളത്. ഓക്കെ. ഇതിന് കളർ വേരിയേഷൻ ഉണ്ട്. പല കളറുണ്ട്.
അതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡുള്ള ഷെമ്പാണ് ശരി. ഓക്കെ. ഇപ്പോൾ ബ്രീഡിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇവന് ബ്രീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആകപ്പാട് ഈ പായൽ ഫോക്സ് സ്റ്റൈൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന നട്ടറിൻ്റെ തന്നെ ആൽബിന് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന നട്ടറിൻ്റെ തന്നെ വെള്ള കളറിൽ ആൽബിനെ നട്ടർ. ഈ സാധനത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ റെയർ ആയിരുന്നു, അലങ്കാരത്തിനാണ് കൂടുതൽ പൊക്കോണ്ടിരുന്നത്. ഇപ്പം എല്ലായിടത്തും തന്നെ ആയിട്ടുണ്ട് സാധനം. ഇതിന് നമ്മൾ കഴിക്കാൻ പറ്റുന്നതാണോ? കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് എല്ലാം സെയിം തന്നെ. ഇതിൻ്റെ കണ്ണ് ചോപ്പാണ്. കാഴ്ചയ്ക്ക് ഒരു രസമുണ്ട്. അലങ്കാരത്തിന് ഉപയോഗിക്കാം, കഴിക്കാനും ഉപയോഗിക്കാം. നമുക്കൊരു 3/4 കിലോ ഉള്ളവരെ ഇവിടെ കുളത്തിൽ കൂടെ കിടപ്പുണ്ട്. ആൽബിനോ? ആൽബിൻ. ബലൂൺ പ്ലാറ്റിയുടെ ചുമ്മാ ഓരോ ബാച്ച് ഇങ്ങനെ കോരി ഇടുവേ. ബലൂൺ പ്ലാറ്റി കുഞ്ഞുങ്ങൾ വലുപ്പമായി വരുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പം പിടിച്ചിടാൻ തുടങ്ങിയതേ ഉള്ളൂ. ബ്രീഡ് ചെയ്യുന്ന വേറെ കുളത്തിലാണ്. വലുതാവും തോറും കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റില്ലെങ്കിൽ ഇവന്മാരുണ്ടാവുന്ന പുതിയ കുഞ്ഞുങ്ങളെ തിന്നും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ ബാച്ച് കുഞ്ഞിൻ്റെ ഇച്ചിരി വലുപ്പമായി കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് കൂടെ ഓരോ ടാങ്കിലേക്ക്, ഈ ഒരു ടാങ്ക് ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. തവളചാട്ടവും പാമ്പിറങ്ങി പിടിക്കുന്നതൊക്കെ കുറവുണ്ട്. ആ സൈഡിലൊക്കെ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ ചെലുപ്പുണ്ട്. ഇതിപ്പോൾ എത്ര നാളായിട്ടുള്ളൂ? 2-3 ആഴ്ച ആയുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ, അതുപോലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ. ഓക്കെ. അത് 1 ഇഞ്ചൊക്കെ ആയതേ ഉള്ളൂ. അതെ. ഇത് ഒരു 2-3 മാസം, ഒരു 2 വർഷം മുന്നേ അവർ ഇതൊരു അലങ്കാര മത്സ്യമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിന് നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് ആൾക്കാർ ഇതൊരു വളർത്തുമീനായിട്ട് അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. ഓ അത് ശരി. ഇപ്പോൾ അധികം ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ്, 1000 കുഞ്ഞുങ്ങളാണ്. ഇത് മറ്റേ തിലോപ്പിയേക്കാൾ എന്താ വ്യത്യസ്തമാക്കുന്നത്? കളറാണ്. കളറിൻ്റെ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർണമെന്റൽ ഫിഷ് ആയിട്ട് വന്നിട്ട് എഡിബിൾ ആയതാണ്. ടേസ്റ്റ് ഉണ്ട്, മറ്റേനേക്കാൾ ഇച്ചിരി ഫ്ലഷിയാണ്, സൈസ് വെക്കുന്നുണ്ട്, ഇച്ചിരി ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ എന്നോർത്ത് തീർച്ചയായും ഈ പറഞ്ഞ ടേസ്റ്റ് വെച്ച് തിലാപ്പിയുടെ അത്ര തന്നെ ഫ്രഷിയാന്ന് പറയാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇതിനകത്ത് പേരൻസ് ബ്രീഡ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ബ്രീഡ് ചെയ്യുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇവർ ഈ ഓസ്കാറും ഏഞ്ചലൊക്കെ വെക്കുന്ന പോലെ മൊത്തം സൈഡിലൂടെയും പറ്റിച്ച് വെക്കും. അങ്ങനെയാണല്ലേ? കുഞ്ഞുങ്ങളെ ഭയങ്കര കെയറിംഗ് ആണ്, നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കും. നമ്മൾ വറ്റിച്ചിട്ട് കുഞ്ഞുങ്ങളെ കോരി എടുക്കുന്നവരെ നമ്മളെ കൊത്താൻ വേണ്ടി വരും. അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്ന മീനാണ്. ഇതൊക്കെ എടുക്കുന്ന തിലാപ്പിയുടെ സീഡ് വേണ്ടുന്ന ആൾക്കാർക്ക് സീഡായിട്ട് തന്നെ ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളെ വേണ്ടുന്ന ആൾക്കാർ, വലിയ കുഞ്ഞുങ്ങളെ വേണ്ടുന്ന ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ 10,000, 2,000, 3,000 ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ചെറിയ കുഞ്ഞുങ്ങളെ വേണ്ട. ഈ വലുപ്പമുള്ള സീഡ് ചെറുതല്ല. നമ്മളൊരു 20 ദിവസം എയർപോർട്ട് സീഡ് വന്നിട്ട് 20 ദിവസം പറയാം. ഒരു 3/4 ഇഞ്ച് സൈസൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ. അതൊക്കെ ഒരു കുഞ്ഞ് വരുന്ന 3 രൂപ 50 പൈസ ആ റേഞ്ചൊക്കെ വിലയുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് മറ്റേ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ ഇട്ടേക്കുന്നത് സെയിം കുഞ്ഞുങ്ങൾ തന്നെ, സെയിം സൈസ് തന്നെ. ഈ ഒരു ടാങ്കിൽ തന്നെ കിടക്കുന്ന ഏകദേശം 4,000-5,000 കുഞ്ഞുങ്ങളായിരിക്കും. 4,000 കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് അത് എപ്പോഴും. അപ്പോൾ ഈ എയറേഷൻ 24 hours ആണ്. ഉണ്ട്. കറണ്ട് പോകുന്ന പരിപാടിയില്ല. കറണ്ട് ഒരു 10 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഡാമേജ് വളരെ കൂടുതലാണ്. ഇതെടുക്കുന്ന സ്പോട്ട് ഫിഷ്, ആൽബിനോ കാറ്റ്ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാറ്റ്ഫിഷുകളാണ്. ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ വലുപ്പമാക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇത് നമുക്ക് എന്നാ റേറ്റ് വരുന്നത്? ഇത് ഹോൾസെയിലൊക്കെ വരുമ്പോഴത്തേനും വളരെ ചീപ്പാണ്. എന്നാണെങ്കിലും 22 രൂപ 23 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. റീറ്റെയിൽ വിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2 എടുക്കുമ്പോൾ നമുക്കൊരു റേറ്റ് അങ്ങനെ കൊടുക്കാം. പിള്ളേർ കച്ചവടമൊക്കെ വരുമ്പോഴത്തേനെ. അപ്പോൾ ഇത് കുറച്ചെണ്ണം ഉണ്ട്. ഇതിനകത്തൊരു 600, 700, 10,000 എല്ലാം കൂടെ ഉണ്ട്. സൈസ് ആക്കാൻ വേണ്ടി ഇടുക. അടുത്ത മാസത്തിനൊക്കെ നമുക്ക് പറ്റിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ ക്രേഫിഷ് ആണ്. ഇത് നമ്മൾ തന്നെ ബ്രീഡ് ആവുന്നതാണോ? ഇത് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. മാർക്ക് ക്രൈഫിഷ് എന്തെങ്കിലും എഗ്ഗിങ്ങിന് വേണ്ടി എന്തെങ്കിലും മെറ്റീരിയൽ ഇട്ട് കൊടുക്കുക. റെഡ് കളർ ക്രൈഫിഷ് ആണ്. ഒരു ചെറിയ ചാട്ടവും ബഹളവും ഉണ്ട്. ഇതേമാതിരി മോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. പുറന്തോടിന് ഒട്ടും കട്ടിയില്ലേ. ഭയങ്കര ഇതാണ്. ഇതൊരു മെയിൽ ഫിഷാണ്. മോൾഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുറന്തോടുണ്ടല്ലോ, ഇതിനിടയ്ക്ക് 2 ആഴ്ച കൊണ്ട് പുറന്തോട് അങ്ങോട്ട് അഴിച്ചു കൊടുക്കും. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മറ്റു മീനുകൾ ഗ്രേ ഫിഷുകളൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലോ. അപ്പോൾ ഇവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടറിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നതിനകത്ത്. അപ്പോൾ ഉണ്ടാകുന്ന മീനുകൾക്ക് ഈ മോൾഡ് ചെയ്തിട്ടിരിക്കുന്ന മീനുകൾക്ക് അതൊരു ഷെൽട്ടർ ആയിരിക്കും. അവർ ഒളിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പം കൊറിയർ ചാർജ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്രേഫിഷിന് 1-2 ക്രേഫിഷ് അല്ല, ഓൾമോസ്റ്റ് എല്ലാ മീനുകളും ഇവിടെ കിടക്കുന്ന അക്വേറിയം, ഷ്രിമ്പ് തൊട്ട് ലോബ്സ്റ്റർ തൊട്ട് എല്ലാ സാധനവും നമ്മൾ കൊറിയർ ഉണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഇതിലെന്നാ ബ്രോ കിടക്കുന്നത്? ഇതിനകത്ത് ശരിക്കും പറഞ്ഞത് എഡിബിൾ ഫിഷിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി വലുതാക്കാൻ വേണ്ടി 1 മാസം 2 മാസത്തിനൊക്കെ ഇറക്കി വിടുമായിരുന്നു. പൊതുവെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും ചുമ്മാ പിടിക്കാൻ വേണ്ടി ഒരു 100-150 കിലോ തിലാപ്പിയ കിടപ്പുണ്ട്. ഇതിനകത്ത് 150 കിലോ ഉണ്ട്. 100-150 കിലോ തിലാപ്പിയ കാണുമായിരിക്കും. എയറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അധികം മീനില്ല. മാത്രമേ ഉള്ളൂ അതിനകത്ത്. ബാക്കി ചുമ്മാ അലങ്കാര മത്സ്യം ഉണ്ട്. ഇതിനകത്ത് ഗപ്പിയും പ്ലാറ്റി അതെല്ലാം നമുക്ക് ബോണസാണ്. ഓട്ടോമാറ്റിക്കലി പെറ്റ് വരുന്ന സാധനമല്ല. അടുത്ത വർഷത്തിന് എന്നാ വെച്ചാൽ ഈ കോളം നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഗൗരവ ബ്രീഡിങ് നടക്കും. അതുള്ള പ്ലാറ്റുകൾ
എൻ്റെ യെല്ലോ പ്ലാറ്റ്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് ഈ കൂത്താടിയെ തിന്നാനും എല്ലാവരും മീൻ കൃഷി തുടങ്ങുന്ന ഈ പ്ലാറ്റിയിലും കിപ്പിയല്ലോ പെട്ടെന്ന് പെറ്റ് വരുന്ന മീനെ. ഇവിടെയാണെങ്കിൽ ആദ്യമായിട്ട് ഫാദർക്ക് വാങ്ങിച്ചിട്ട് മീൻ ഈ പറഞ്ഞ കിപ്പിയും പ്ലാറ്റും ഒക്കെയാണ്. അവത്തേന്ന് കുഞ്ഞുണ്ടായി ഇതിനൊരു മാർക്കറ്റ് കണ്ടുപിടിച്ചപ്പോഴാണ് ഇതിനൊരു മേഖല ഉണ്ടെന്നും അന്തകാലത്ത് മനസ്സിലാക്കിയത്. പിന്നെ അപ്പോൾ എല്ലാവരുടെയും സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ ആയിരിക്കും. എല്ലാവരും പെറ്റ് വരുന്ന മീനാണ്, നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതുപോലെ ഓപ്പൺ പോണ്ടിലെ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നു. നമ്മുടെ സൈഡിൽ കൂടെ കുഞ്ഞുങ്ങൾ കാണാം കൂട്ടമായിട്ട് വിഷ്വലി കിട്ടുമെന്ന് അറിയില്ല. അതിനോട് അടുത്തേക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ചെറിയ കുഞ്ഞുങ്ങളാമത്തോ ജസ്റ്റ് അവരെ പോരി കാണിക്കാനോ. ഇതൊന്ന് രാവിലെ ഉണ്ടായിട്ട് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളാണ്. ഈ ഒരാഴ്ചത്തെ കുഞ്ഞുങ്ങൾ രാവിലത്തെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് രാവിലെ പോരിട്ട് കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണല്ലേ. നമുക്ക് ഇന്നത്തെ പല സൈസാണ്. കറക്റ്റ് കോരിയ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ വായിക്കാത്ത കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇതിനെ പിടിച്ച് മാറ്റാം കറക്റ്റ് ടൈം. ഇത് മെയിലോ ഫീമെയിലോ? ഇത് ഫീമെയിലാണ് കുഞ്ഞുങ്ങളെ വായിക്കാത്ത സ്റ്റോക്ക് ചെയ്യുന്നത്. കറക്റ്റ് കുഞ്ഞുങ്ങളാണ് വായിക്കുന്നത്. ഇതിൻ്റെ അത് വായിക്കാത്ത ഇനിയും കുഞ്ഞുങ്ങൾ കാണാം. തുപ്പിയതാണല്ലോ. അതൊരു 1000 കുഞ്ഞായിരിക്കുമല്ലോ. ഇത് മൊത്തം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ. ചുമ്മാ ഇപ്പോൾ സാമ്പിൾ കാണിച്ചു കിട്ടി. ഇങ്ങനെ ഇപ്പോൾ മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് നമ്മൾ പിങ്ക് ഗൗറയുടെ കുഞ്ഞുങ്ങൾ. ഇതൊരു പിങ്ക് ഗൗറ. ഇത് പക്ഷേ ഇത് കൊറിയർ വിടത്തില്ല. ഇത് വരുന്ന 3 ഇഞ്ച് പ്ലസ് സൈസ് ഉണ്ട്. നമ്മൾ കൊറിയർ വിടുന്ന ഈ ഒരു സൈസ് 2 ഇഞ്ച് സൈസേ വിടത്തുള്ളൂ. ഇത് വരുന്ന ഒരു 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് വരെ സൈസ് ഉണ്ട്. ഇത് വിടുമ്പോഴത്തേനും കൂട് പൊട്ടിച്ചോളെ. കൂട് പൊട്ടിച്ച് നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ തൊട്ടേ നമ്മൾ ഫുൾ അവരുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നോടം വരെയുള്ള ഗ്യാരണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല പാക്കറ്റ് പൊട്ടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഓൾ കേരള അല്ല കുറേ വിട്ടുകൊണ്ടിരിക്കുന്നത്. വന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് സൈസാണ് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത്. ഫൈറ്ററിൻ്റെ ഫീമെയിൽസ് ആണ്. ഫൈറ്ററിൻ്റെ ഫീമെയിൽസ് ആണ്. മെയിൽ ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ ഷോപ്പിലേക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പാക്ക് ചെയ്തിടും. ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നല്ല ബ്രൈറ്റ് റെഡ്, ബ്ലൂ. നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് നമ്മളെ ബ്രീഡേഴ്സ്, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ബ്രീഡ് ചെയ്യുന്ന അവരുടെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഇത് റെക്ടൈൽ ക്യാറ്റ്ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ 2 ഇഞ്ച് സൈസ് കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം കുഞ്ഞ് മീനെയൊക്കെ കഴിക്കാറായക്കൂട്ട് കുഞ്ഞുങ്ങൾ. ചെറുതുമല്ല. ഇത് മീനെ കഴിക്കുന്നതാണ്. ഇത് മറ്റു മീനുകൾ മോൺസ്റ്റർ ഫിഷ് ആണ്. കമ്മ്യൂണിറ്റി ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. ഇവരെല്ലാം കുഞ്ഞു മീനുകളെ തന്നെ കഴിക്കുന്നത്. അത് 2 ഇഞ്ച് സൈസ് കുഞ്ഞുങ്ങൾ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എല്ലാം തീറ്റ വിടുന്നുണ്ട്. കുഞ്ഞു മീനുകളൊക്കെ അപ്പോൾ പറഞ്ഞെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കണം വരും. പക്ഷേ ഇപ്പോൾ തീറ്റേനെ എത്ര മടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊരു കൂട്. ആ സൈഡിൽ ഒരു റെഡ് ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ചേച്ചിൻ്റെ അത് ഏതാ അവിടെ വെച്ചേക്കുന്നത് കൂടാണോ? അതൊരു കൂടാണ്. ആ വെള്ള കാണുന്നത്. ആ വെള്ള അതിൻ്റെ അകത്തൊരു റെഡ് കളറിൽ കയറ്റി വെച്ചേക്കുന്നുണ്ട്. അവന്മാർ ഈ പക്ഷി ഉണ്ടാക്കുന്ന പോലെ നെസ്റ്റ് ചെയ്തിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട്. പുല്ലിന്റെ സാധനം അല്ലേ? പുല്ലിന്റെ മാത്രമല്ല, അതിൻ്റെ അത് സവോളച്ചാക്കിന്റെ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ ഒരു കൂടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കുന്നത് ഫുള്ള് പുല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മെയിലും 2 ഫീമെയിലും ഇപ്പോൾ ഇട്ടേക്കുന്നത്. ആ കുളത്തിലേക്കും ഈ കുളത്തിലേക്കും ഇന്ന് ബ്രീഡിങ്ങിന് പുതിയ മീനെ ഇറക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. അതിപ്പോൾ അതിൻ്റെ അടി നോക്കുകയാണെങ്കിൽ കാണാം. ഒരു മെയിലും ഫീമെയിലും കൂടിൻ്റെ അടിയിലുണ്ട്. ഇച്ചിരി സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അവരുടെ നെസ്റ്റിംഗ് ടൈമാണ്. ഒരു ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 45 വയസ്സ് വരെ ആയുസുള്ള മീനാണ്. ഒരു മീൻ 45 വയസ്സ് വരെ ആയുസ് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്ത് ഇവിടെ മനു എന്ന് പറയുന്ന ഒരു ബ്രീഡർ ഉണ്ട്. നല്ല ജെനുവനായിട്ട് ബ്രീഡർ കരിയവരുടെ അടുത്തുള്ള പുള്ളിക്കൊക്കെ ഒരു 27-28 വയസ്സുള്ള മീൻ ഇപ്പോഴും കിടപ്പുണ്ട് പുള്ളി. ഇവിടെയാണ് ഒരു 20 വയസ്സിനടുത്ത് പ്രായമുള്ള മീൻ വരെ ഇപ്പം ഇവിടെ കിടപ്പുണ്ട്. ഒരു 18 വയസ്സുള്ള മീൻ വരെ ഇവിടെ നന്നായിട്ട് എഗ് ചെയ്യുന്നുണ്ട് ഇപ്പം നന്നായിട്ട്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ കൂടുണ്ടാക്കിക്കോളും. നമ്മൾ അതിന് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. ഫ്രെയിം നമ്മൾ തന്നെ വെച്ച് കൊടുക്കും. ഫ്രെയിം വേണമെന്ന് അത് ഫ്രെയിം ആണോ? ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫ്രെയിം. പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം. ഇതിൻ്റെ അതെല്ലാം ഇതതിൻ്റെ ഒരു ഫ്രെയിമാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് സെറ്റ് ചെയ്യാനുള്ള പണ്ടത്തെ ഒരു ഫ്രെയിം. പണ്ടത്തെ ഫ്രെയിമാണ്. ഇതിനകത്ത് നിന്ന് സെറ്റ് ചെയ്ത് പുതിയ മീനെ വിടുമ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്രോ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ എത്ര നാളും കൊണ്ട് എങ്ങനെ ഇതിന്റെ ഹാച്ചിങ് റേറ്റ് 15% എന്നൊക്കെ പറയുന്നത്. 3000 to 4000 മുട്ട വരെ ഇടും. നമുക്ക് ഈ വലിപ്പമുള്ള ഒരു കുളത്തിൽ നിന്നൊക്കെ ആവറേജ് ഒരു 300 to 400, വളരെ റയറായിട്ട് 500 ഒക്കെ കിട്ടാറുണ്ട്. എന്നാൽ പോലും എപ്പോഴും 300 കിട്ടാറില്ല. ചിലപ്പോൾ ചെറിയ കുളമാണെങ്കിൽ 200 കുഞ്ഞേ കിട്ടത്തുള്ളൂ. അത് എങ്ങനെ ഇത് തന്നെ മുട്ടയിട്ട് വിരിഞ്ഞോളും. പിന്നെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞിനെ ഒരു 2 ഇഞ്ച് സൈസ് വിൽക്കണമെങ്കിൽ ഏകദേശം 3 മാസം 4 മാസം ടൈം എടുക്കും. ഇത് വരണമെങ്കിൽ എന്നാൽ ഇതിനെ പിടിച്ച് ഇതിനകത്തൊന്നുമില്ല. ഇവർ കമ്മ്യൂണിറ്റി ആയിട്ട് കിടന്നോളും, പ്രശ്നമില്ല. ഇത് തിലോപ്പിയാണോ ബ്രോ? ഇത് തിലാപ്പിയ ചിത്തലാട് ഒരു 6 മാസത്തെ പ്രായമായിട്ട് ചിത്തലാടാ. വീട്ടിലെ ആവശ്യത്തിന് വറക്കാനൊക്കെ ഇട്ടേക്കുന്നത്. വീട്ടിലെ ആവശ്യത്തിന് ഇട്ടേക്കുന്ന. ഓക്കെ ഓക്കെ. 6 മാസം വെച്ചായിട്ടുണ്ട്.
6 മാസം കൂടുതലായിട്ടുണ്ട്. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാവും ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി തന്നെ. ഇതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് ബ്രീഡാകുന്നു. ഇതിപ്പോൾ ഒരു എത്ര ഇതെന്നാണെങ്കിൽ ഒരു 1/2 കിലോ മിച്ചമുണ്ട്. 1/2 കിലോ 1/2 കിലോ 3/4 കിലോ കാണുമായിരിക്കും. ഇത് കിടക്കുന്നത് നമ്മൾ തന്നെ ബ്രീഡ് ചെയ്തിട്ട് ഇറക്കി വിട്ടേക്കുന്നത്. ഇത് കോൺവിക്റ്റ് സിക്ലഡ് എന്ന് പറയും. നമ്മൾ ഈ പോളർ പാരറ്റ് പോലെ തന്നെ ബ്രീഡാക്കുന്ന സാധനം കോൺവിക്റ്റ് സിക്ലഡ്. പോളറല്ല, കണ്ട പോളർ പോലെ മെയിൽ ഫീമെയിൽ വ്യത്യാസം, ഈ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. വൈറ്റ് തന്നെ ഒരെണ്ണം ഒരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട്, ഒരെണ്ണം വൈറ്റ് ആയിരിക്കും. ഇത് കോൺവിറ്റിന് തന്നെ പല കളറുണ്ട്. അത് കുറച്ച് പിങ്ക് കളറുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട് കൊടുക്കാനുള്ള. കോളം പറ്റിക്കുമ്പോൾ കിട്ടുന്ന വലിയ കുഞ്ഞുങ്ങൾ പിങ്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ കുഞ്ഞുണ്ട്, റെഡ് ഐയുടെ കുഞ്ഞുങ്ങളുണ്ട്. റെഡ് ഐയുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ആഴ്ച ഈ കോളം പറ്റിക്കുന്നുണ്ട്. അധികം ഉണ്ടല്ലോ, റെഡ് ഐ എണ്ണം കുറവായിരിക്കും. ഒരു ബാച്ച് ഇതൊക്കെ നമുക്ക് 10, 300, 400 കിട്ടുന്നിടത്ത് റെഡ് ഐ ഒക്കെ വരുമ്പോഴത്തേനും ഒരു 10, 100, 150 ഒക്കെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഇത് റെഡ് ജുവൽ എന്ന് പറയുന്ന സാധനം. ജുവൽ ഒരു അഡൽട്ട് സൈസാണ്, ബ്രീഡിംഗ് സൈസാണ്. രസമാണ് ഇതുമാതിരി. ഈ പറഞ്ഞ പോലെ അക്കുറത്ത് കിടന്നാൽ അങ്ങോട്ട് നല്ല ഈ പ്ലാന്റഡ് ടാങ്കിലല്ല, നമ്മൾ ഈ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ ഭയങ്കര ഇതുമാതിരി ഒളിച്ചിരിക്കാൻ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ വള്ളത്തെയൊക്കെ പോലെ പതുങ്ങിയിരിക്കുന്ന ഒരു മീനാണ്. നല്ല ഭംഗിയുള്ള മീനാണ്. ഇതൊരു ഈ കൈപ്പത്തി വലിപ്പം വരെ വലിപ്പമാവും. അത്ര നല്ല കളറുള്ളത്. ഇതെല്ലാം ഗപ്പീസാണ്. ഇതിനകത്ത് ഗ്ലോറീസ് കിടക്കുന്നത് എല്ലാം ഹാപ്പയ്ക്കകത്തായിരിക്കും ബ്രീഡ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം അതിന്റെ കുഞ്ഞുങ്ങൾ. ഇതുണ്ട് പുറത്തുനിന്ന് നടക്കുന്ന എല്ലാം ഗപ്പീസിന്റെ കുഞ്ഞുങ്ങളാണ്. ഇതിനകത്തിട്ടേക്കുന്ന ഈ പറഞ്ഞ പോലെ ട്രയോ ഒരു 10 ഫീമെയിൽ ആണെങ്കിൽ ഒരു 3 മെയിൽ. ഇതിപ്പോ ഈ പേരൻസ് ഇതിൻ്റെ അത് ഹാപ്പയ്ക്കകത്തായിരിക്കും. ഇത് കിടക്കുന്നത് ഇത് മൊസൈക്ക് ഉണ്ട്, റെഡ് ഡ്രാഗൺ ഉണ്ട്, ചില്ലി മൊസൈക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, എമറാൾഡ് ഗ്രീൻ ഉണ്ട്. 8-10 ഐറ്റം മെയിനായിട്ട് ചെയ്യുന്നത്. വലിയ കോസ്റ്റ് ആവാത്ത എന്നാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഗപ്പികൾ. ഇതിനെല്ലാം പേരൻസ് സ്റ്റോക്ക് എപ്പോഴും ഈ വലയ്ക്കകത്തായിരിക്കും. ഇത് കിടക്കുന്ന യെല്ലോ ടെക്സ്ചറോടെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. വൈറ്റ് ടെക്സ്ചറുടെ പോലെ ഇരിക്കും. യെല്ലോ ആണ്. അപ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾ ഇത് പുറത്തൂടെ കാണാം. എല്ലാം കുഞ്ഞുങ്ങളാണ്. ഇത് വലുതാവുന്ന ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവരെ പിടിച്ച് അകത്തെ ഇതിലേക്കൂടെ ഗ്രൂം ചെയ്യാൻ വേണ്ടി വിടും. വലുതാവുന്നതനുസരിച്ച് മണ്ടയിലേക്ക് നമ്മൾ വിൽക്കാൻ വേണ്ടി വിടും. അതിന്റെ മേളിലുണ്ടല്ലേ? ഇതെല്ലാം പേരൻസ് സ്റ്റോക്ക് കിടക്കുന്നത്. കിടക്കുന്ന ആൽബിനോ ഫുൾ വൈറ്റ്, പ്ലാറ്റിനം വൈറ്റ് എന്നൊക്കെ പറയും. ഇത് ആൽബിനോ റെഡ് ഐ ആണ്. കാണുമ്പോൾ ഒരു ഫുൾ വൈറ്റ് പോലെ തോന്നും. ആൽബിനോ അല്ല, റെഡ് ഐ ആണ്. അതിന്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇപ്പൊ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡ്. ഇത് കിടക്കുന്നത് ബ്രസീലിയൻ റെഡ് എന്ന് പറയുന്ന ഐറ്റം. ഇതൊക്കെ നല്ലൊരു രസമുള്ളൊരു ഐറ്റമാണ് ബ്രസീലിയൻ റെഡ്. അതിൻ്റെയും കുഞ്ഞുങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലയുടെ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നതാണ്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ സൈസ് അനുസരിച്ച് ഇതിനെ ഒന്ന് കയ്യിൽ കാണിക്കാം. മണ്ടകത്തെ പിന്നെ ലെങ്തി ആയിരിക്കും ഇച്ചിരൂടെ. കാണിക്കാം. നല്ല ഇതിൻ്റെ അകത്തും കൂടുതൽ ഫീമെയിൽ ആയിരിക്കും ബ്രീഡിങ്ങിന് വിടുമ്പോൾ. മെയിലുകൾ കുറവായിരിക്കും. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെയിൽ ഫിഷ് തന്നെ. ബ്രസീലിയൻ റെഡ്. ഇത് കിടക്കുന്ന AFR ആൽബിനോ ഫുൾ റെഡ്. അതെ. ഇത് ഈ പറഞ്ഞ വളരെ ഏറ്റവും സെൻസിറ്റീവ് ആണ്. എപ്പോഴും ആൾക്കാർക്ക് ഒരേപോലെ ട്രെൻഡ് ഉള്ള ഒരു സാധനമാണ്. ഫുൾ റെഡ് ബോഡി, കണ്ണ് വരെ ഫുള്ള് ചുവന്നതായിരിക്കും, ബോഡി ആയിരിക്കും. ഇതിൻ്റെ മെയിൽ ഫീമെയിൽ. ഇത് ഫീമെയിൽ വയറ് നന്നായിട്ട് ബൾജ് ചെയ്തിരിക്കുന്നത്. മെയിൽ എപ്പോഴും മറ്റേ പോലെ തന്നെ മെലിഞ്ഞിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല വാലുള്ള മെയിലായിരിക്കും. ഇതിനെല്ലാം ഇപ്പോൾ ഈ ഒരു മാസത്തിന് ഫുൾ ഇതിനകത്ത് ബ്രീഡിംഗ് ആയിരിക്കും. ഈ കാണുന്നതിൻ്റെ അതെല്ലാം ബ്രീഡ് ചെയ്തിട്ട് അടുത്ത മാസത്തേന് നമുക്ക് ഇതിപ്പോൾ വീട്ടിൽ ശരിക്കും നല്ലൊരു പ്രൊഡക്ഷൻ ആയി പറഞ്ഞാൽ 1.5 മാസം താമസം വരും. ഗപ്പീസ് വിൽക്കാനുള്ളത് തന്നെ. ഇതിപ്പോൾ ട്രയോ ആയിട്ട് വിൽക്കാനുള്ള ഷോപ്പിൽ ഹോൾസെയിലായിട്ട് 10, 200, 300 അങ്ങനെ വിൽക്കാനുണ്ടാവില്ല. ട്രയോ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും കൊറിയർ വിടാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രയോ ആയിട്ട് വിടാൻ എല്ലാം ഒരു 4-5 സൈസ് എപ്പോഴും ഉണ്ടായിരിക്കും. ബിഗ് ഗിയർ കിടക്കുന്ന ചില്ലി മൊസൈക്ക് ഡംബോയർ ഉണ്ട്, പർപ്പിൾ ബ്ലൂബെറി ഉണ്ട്. അതല്ല ഇത് ബാക്കിലേക്ക് കിടക്കുന്ന അതേ കൂടെ ഐറ്റമാണ്. ഇത് കിടക്കുന്ന ഒരു മൊസൈക്ക് ഐറ്റം ആണ്. ഇങ്ങനെ ഉണ്ടാകും, നമുക്ക് അതിൻ്റെ കളർ അറിയത്തില്ല. ഇത് കിടക്കുന്നത് പർപ്പിൾ ബ്ലൂബെറി ഡംബോയർ ആണ്. പർപ്പിൾ ബ്ലൂബെറി നല്ല വാലുള്ള ഐറ്റം. അപ്പോൾ ബ്രീഡിങ്ങിന് കണ്ടീഷൻ പുറത്തുനിന്ന് വന്ന കുഞ്ഞുങ്ങളാണ്. പുറത്തുനിന്ന് വെച്ചാൽ നല്ല ഫാമിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി തന്നെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് ഈ വെള്ളമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് ഇങ്ങോട്ട് ബ്രീഡിങ്ങിന് കയറ്റും. വരുന്ന പാടെ ഇങ്ങോട്ട് കയറ്റത്തില്ല. എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മീനുകൾ മൊത്തം പോകും. അപ്പോൾ വരുന്ന പാടെ ഈ ഒരു സെഷനിലേക്ക് ഇട്ടിട്ട് ഇതിൽ നിന്ന് കണ്ടീഷനായിട്ട് ഇങ്ങോട്ട് ബ്രീഡിങ്ങിന് കയറ്റും.
ഇത് റെട്ടയില്ല അല്ലേ? ഇത് റെഡ് ഫീമെയിൽ ആണോ? ഇതെങ്ങനെ തിരിച്ചറിഞ്ഞേ? ഇതിന്റെ ചെടിയുടെ ബാക്കിൽ കണ്ടത് ഇവിടെ ഒരു കറവിലുണ്ട്. ഓ ഹോ ഹോ ഹോ. ഇത് പിന്നെ ഇതിന്റെ കീഴ്ത്താടി ചെറുതാണ്. കീഴ്ത്താടി ചെറുതാണ്. പിന്നെ ഇതിന്റെ തലയിൽ മുഴ പോലെ ഒന്നും ഫ്ലാറ്റ് ആയിട്ടാണ്. ആ മുഴയില്ല. അവിടെ ഹമ്പുള്ള മറ്റേ മെയിലിന് അതില്ല അല്ലേ? ഇവിടെ വരുമ്പോൾ ഒരു ഹമ്പ് വരും, കീഴ്ത്താടിക്ക് നല്ല കട്ടി വരും. അതുപോലെ ഈ ചിറകിന്റെ പുറകിൽ ഈ ബ്ലാക്ക് കളർ ഉണ്ടാവില്ല, നല്ല ഒന്നെങ്കിൽ നല്ല ഓറഞ്ച് കളർ, നല്ല വൈറ്റിഷ് കളറിലാണ്. ഓ ശരി. അതല്ല അതിൻ്റെ അപ്പുറത്ത് ചേട്ടയുടെ നേരെ കിടക്കണം. അതന്നെ അതന്നെ. ഫീമെയിലാണോ? ഫീമെയിലാണോ? ഫീമെയിൽ ഇതുള്ളതല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഫീമെയിലാ അല്ലേ? ഇത് ഫീമെയിൽ. ഓക്കെ ഓക്കെ. ബ്രീഡിങ്ങിന് കൊണ്ടുപോകാം. ആ ബ്രീഡിങ്ങിന് എന്നോട് ബ്രോ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വെള്ളം കൊറിയർ ഉണ്ട്? കൊറിയർ ഉണ്ട്. സാധനം ഡെലിവറി കൊറിയർ അല്ലാതെ പെക്സ് കാരിയർ വഴിയാണെങ്കിലും ബസ്സുകൾ വഴിയാണെങ്കിലും ലോങ് എല്ലാം വിടുന്നുണ്ട്. മെയിനായിട്ട് ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടൊക്കെ റെഗുലർ ആയിട്ട് തന്നെ സപ്ലൈ ഉണ്ട്. ബസ് ഉണ്ടല്ലോ, മറ്റേ ഷാജി മോട്ടേഴ്സ് പോലത്തെ വണ്ടികൾക്ക് റെഗുലർ ആയിട്ട് വിടുന്നുണ്ട്. ഈ പറഞ്ഞ സാധനം കളക്ട് ചെയ്യുന്നതോടും വരെ നമ്മൾ 100% ഗ്യാരണ്ടീഡ് ആണ്. കയറ്റി വിടുന്നതോട് ഉത്തരവാദിത്തം തീരുന്നില്ല. എപ്പോൾ വിളിച്ചാലും അതിന്റെ അപ്ഡേഷൻ എല്ലാത്തിനും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ വിളിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.